കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന വാർത്തകളിൽ വാസ്തവമില്ലെന്ന് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ. അഴിമതി നടന്നുവെന്ന് പറയുന്ന 1,97,00,000 രൂപ GST തുകയാണെന്നും ഇക്കാര്യം ആരോപണം ഉന്നയിക്കുന്നവർ മനസ്സിലാക്കിയിട്ടില്ലെന്നും നിർമ്മാണത്തിനിടെ ഭിത്തി തകർന്നു വീണ സംഭവത്തിൽ കൺസൾട്ടൻസിയെ പുറത്താക്കിയിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിനെതിരെ ഉയർന്ന ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങൾക്കെതിരെയാണ് ബാങ്കിന്റെ ഭരണസമിതി അംഗങ്ങൾ പ്രത്യാരോപണവുമായി എത്തിയത്. സ്വകാര്യ സ്ഥാപനം തയ്യാറാക്കിയ പദ്ധതിയുടെ DPRൽ 13,58,00,000 എസ്റ്റിമേറ്റായി കാണിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം GST കൂടി ചേരുമ്പോൾ 16,02,44,000 തുക ഉയരും. ഇപ്രകാരം തുക നിലനിൽക്കുമ്പോഴാണ് സ്വകാര്യ ഏജൻസി 15 കോടി രൂപയ്ക്ക് കരാർ ഏറ്റെടുക്കുന്നത്. ആരോപണം ഉന്നയിക്കുന്നവർ GST തുകയുടെ കാര്യം മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്നാണ് ബാങ്കിന്റെ പ്രധാന പ്രത്യാരോപണം. നമ്മൾ ടെൻഡർ ക്ഷണിക്കുമ്പോൾ 4 കമ്പനികളാണ് ഈ ടെൻഡറിൽ പങ്കെടുത്തിട്ടുള്ളത്. ടെൻഡറിൽ പങ്കെടുത്തിട്ടുള്ള മത്സരാധിഷ്ഠിതമായ ടെൻഡറാണ് ക്ഷണിച്ചത്. ഇതിൽ 4 കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്തിട്ടുണ്ട്. ടെൻഡറിൽ പങ്കെടുത്ത് ഏറ്റവും റേറ്റ് കുറഞ്ഞു കോട്ട് ചെയ്ത 2 കമ്പനികളായ മലബാർ കൺസ്ട്രക്ഷൻ കമ്പനിയും സ്റ്റാർ ഇൻറ്റീരിയറിനെയും നെഗോസിയേഷൻ്റെ ഭാഗമായി ബാങ്കിൽ വിളിച്ചു വരുത്തുകയും നെഗോഷിയേറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി മലബാർ കൺസ്ട്രക്ഷൻ കമ്പനി 15,55,00,000 രൂപയ്ക്ക് ആ പ്രൊജക്റ്റ് നടപ്പിലാക്കാം എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി മലബാർ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി ഭരണസമിതി ധാരണാപത്രം ഒപ്പിടുകയാണ് ചെയ്തിട്ടുള്ളത്. 16,02,00,000 രൂപ ടെൻഡർ DPR പ്രൊജക്റ്റിൻ്റെ പ്ലസ് GST അടക്കം വരുന്ന എമൗണ്ട് 15,55,00,000 രൂപയ്ക്കാണ് മലബാർ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇത് ടെൻഡർ ചെയ്തിട്ടുള്ളത്. വാർത്തകളെല്ലാം കാണുന്നവർക്ക് മനസ്സിലാകും 13.58 കോടി രൂപ ഉണ്ടായിരുന്ന ടെൻഡർ ബാങ്ക് ഭരണസമിതി വലിയ അഴിമതി നടത്തി 1,97,00,000 രൂപ അധികരിച്ചിട്ടാണ് ഈ ടെൻഡർ കൊടുത്തിട്ടുള്ളതെന്ന് ആ വാർത്തയിൽ കാണാൻ കഴിയും. പക്ഷേ ആ വാർത്ത കൊടുത്തവർക്കും അറിയാം, പ്ലസ് GST കൂടി ചേരുന്നതാണ് ഈ ടെൻഡർ എമൗണ്ട് എന്നുള്ളത് വാർത്ത കൊടുത്തവർക്ക് അറിയാം. പക്ഷേ അത് മനഃപൂർവ്വം അവർ മൂടിവെച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. തകർന്നു വീണെന്ന് പറയുന്നത് നിർമ്മാണത്തിലിരിക്കുന്ന ഷോവാൾ മാത്രമാണ്. സംഭവം നടന്ന ഉടനെ ഭരണസമിതി യോഗം വിളിച്ചു ചേർത്ത് അന്വേഷണം കുസാറ്റിനെ ഏൽപ്പിച്ചു. കുസാറ്റ് നൽകിയ റിപ്പോർട്ടിൽ രൂപകൽപ്പനയിലെ പിഴവും നിർമ്മാണ വസ്തുക്കളുടെ ഗുണനിലവാരമില്ലായ്മയും സൂചിപ്പിച്ചിട്ടുണ്ട്. 2025 മാർച്ച് 8-നാണ് തകർന്നു വീണത്. തകർന്നു വീണതിൻ്റെ ഭാഗമായി മാർച്ച് 10-ാം തീയതി തന്നെ ഡയറക്ട് ബോർഡ് യോഗം ചേർന്ന് എന്തുകൊണ്ട് ഇത് തകർന്നു വീണു എന്ന് പരിശോധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുസാറ്റിനെ അതിൻ്റെ അന്വേഷണം അതിനെക്കുറിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി അന്വേഷണ ചുമതല ഏൽപ്പിക്കാൻ ബാങ്ക് ഭരണസമിതി തീരുമാനിക്കുകയും കുസാറ്റ് അത് അന്വേഷിച്ച് റിപ്പോർട്ട് തരികയും ചെയ്തിട്ടുണ്ട്. കുസാറ്റ് അത് അന്വേഷിച്ച് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ ഡിസൈനിലെ പിഴവും അതോടൊപ്പം സാധനങ്ങളുടെ ഗുണനിലവാരത്തിൽ വന്ന കുറവുമാണ് ഇത് മറിഞ്ഞ് ചാടാനുണ്ടായ സാഹചര്യമെന്നാണ് കുസാറ്റിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. 2 കമ്പനികൾക്കെതിരെയും ബാങ്ക് നോട്ടീസ് പുറപ്പെടുവിച്ചു. തൃപ്തികരമല്ലാത്ത മറുപടി നൽകിയ കൺസൾട്ടൻസിയെ കരാറിൽ നിന്ന് പുറത്താക്കുകയും കൈപ്പറ്റിയ തുക തിരികെ അടക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇവർക്കെതിരെ പോലീസിൽ പരാതിയും നൽകി. അപ്പോൾ മലബാർ ആശ്ര കമ്പനിയെ ഈ പ്രൊജക്റ്റിൽ നിന്ന് ഒഴിവാക്കുകയും അവർ കൈപ്പറ്റിയ എമൗണ്ട് ഇവിടെ ബാങ്കിൽ നിങ്ങളുടെ സേവനം മതിയായ രീതിയിലായിരുന്നില്ല, പിഴവുകൾ പറ്റി, ബാങ്കിന് നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന് ഒരുപാട് ചീത്തപ്പേരൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിഴവ് മൂലം ഉണ്ടായി. അതുകൊണ്ട് നിങ്ങളെ ഈ കോൺട്രാക്റ്റിൽ നിന്ന് ഒഴിവാക്കി പൈസ തിരിച്ചടയ്ക്കണം എന്നാണ് ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടത്. 1 മാസത്തെ സമയവും അവർക്ക് കൊടുത്തു പൈസ തിരിച്ചടയ്ക്കാൻ. അവർ പൈസ തിരിച്ചടയ്ക്കാത്ത സാഹചര്യത്തിൽ അവർക്കെതിരെ കേസും നിലവിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒപ്പമുള്ള കമ്പനി ബാക്കിയുള്ള നിർമ്മാണം പൂർത്തീകരിച്ച് നൽകാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു. കുസാറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പുനർനിർമ്മാണം പുരോഗമിക്കുക. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനാണ് പരിശോധനയ്ക്കുള്ള ചുമതല. ആ ബിൽഡിംഗ് പണി പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു പ്രൊജക്റ്റായി അത് അറിയപ്പെടും. പെരിയാറിൻ്റെ തീരത്താണ്, നല്ല മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടാണ് അത് പണിയുന്നത്. ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. വീഴ്ച സംഭവിച്ചതിന് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായി ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും മറയ്ക്കാനുണ്ടെങ്കിൽ കുസാറ്റിനെ പോലെയുള്ളൊരു ഏജൻസിയെ കൊണ്ട് അത് അന്വേഷിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.
1991 മുതൽ ലാഭത്തിൽ മുന്നോട്ടു പോകുന്ന ബാങ്കാണ് ഇത്. എല്ലാ വർഷവും കൃത്യമായി ലാഭവിഹിതം വിതരണം ചെയ്യുന്നു. 11% മാത്രമാണ് കുടിശ്ശിക. 180 കോടി രൂപ നിക്ഷേപമുള്ള ബാങ്കിൽ 165 കോടി രൂപയാണ് ലോൺ. കൂടാതെ വിവിധ മേഖലകളിലും ബാങ്ക് മികവ് പുലർത്തുന്നു. ഇത്തരത്തിലുള്ള ബാങ്കിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളാണ് ഉള്ളതെന്നും കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് യാസർ മുഹമ്മദ് ആരോപിക്കുന്നു. സെക്രട്ടറി അനീഷ് കുമാർ MK, മറ്റ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.